ജീവിത രീതികളും ഈ പുകച്ചില് ചുടുച്ചില് കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കി പറ്റൂ. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ പൊതുവെ പറയാറില്ലേ, സ്പൈസസ്, എരിവ് കൂടുതലുള്ള സംഗതികൾ എല്ലാം ഒഴിവാക്കണം. മുളകിന്റെ ഉപയോഗം പരമാവധി കൊണ്ട് ഒഴിവാക്കി ഈ പുകച്ചില് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓക്കെ, അതൊരു സംഗതി. അതുപോലെ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള സംഗതികളെല്ലാം ഒഴിവാക്കുക. ഭക്ഷണത്തിലൊക്കെ എരിവ് കുറയ്ക്കുക. ഉപ്പും എരിവും പുളിയും എണ്ണയും ഓക്കെ, ഇത് ഈ രക്തവാത ലക്ഷണങ്ങൾ കൂട്ടും, ഈ രോഗ തീവ്രത കൂട്ടും. അത് നിങ്ങളുടെ ശരീരത്തിൽ മറ്റ് ജോയിൻസിലേക്ക് അത് പരക്കുന്നതിന് കാരണമാവും. അപ്പൊ അതുകൊണ്ട് ഉപ്പ്, എരിവ്, പുളി, എണ്ണ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അത് ഏറ്റവും കൂടുതലുള്ളത് അച്ചാറിലാണ്. ഓക്കെ, അച്ചാർ ഒഴിവാക്കുക. എരിവുള്ളതും പുളിയുള്ളതും ഉപ്പ് രസവും പരമാവധി ഉപയോഗം കുറയ്ക്കുക. ഈ രക്തവാത രോഗ ലക്ഷണങ്ങൾ, ഇത്തരം ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അതല്ലാതെ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ മാത്രമേ ഇത്തരം സംഗതികൾ ഒഴിവാക്കേണ്ടതുള്ളൂ എന്ന് തെറ്റായിട്ട് മനസ്സിലാക്കരുത്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് നമ്മുടെ വീഡിയോകൾ ഇങ്ങനെ ആവർത്തിച്ച് ഇതേ സംഗതി പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷെ ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു ഒത്തിരി പേരുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം കമന്റുകളിലൂടെ എപ്പോഴും ഒരു ടെസ്റ്റിന്റെ വാല്യൂ പറയുക, അല്ലെങ്കിൽ ഒരു അസുഖത്തിന്റെ പേര് പറയുക, മറ്റൊരു ചികിത്സാ സമ്പ്രദായത്തിൽ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരു പേര് വിളിച്ച് പറഞ്ഞിട്ട് അതിന്റെ ആയുർവേദ മരുന്ന് പറയൂ എന്ന് പറയുമ്പോൾ പറയാൻ സാധിക്കാത്തത് ഈ കാരണം കൊണ്ടാണ്. നിങ്ങൾക്ക്